ബഹുമാനപ്പെട്ട ഗ്രാമവാസികളെ, 3.5 കോടി ജനങ്ങളെ, നമ്മൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റിൻ്റെ വകുപ്പ് നമ്പർ പ്രകാരം ഇവരൊന്നും 2000 ചാർജ് പാർട്ടി സംഘടനകൾ, എല്ലാ സംഘടനയിലും നമ്മളെ പൗരന്മാർ ഇവരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് മുകളിലാണ് ഈ മന്ത്രിമാർ. കേന്ദ്ര നരേന്ദ്രമോദി നടന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും കേരളത്തിലെ നരേന്ദ്രമോദി ആയാലും എല്ലാ സ്റ്റേറ്റിൻ്റെയാണ്. ഈ സ്റ്റേറ്റിൻ്റെ നിയമത്തിന് മുകളിലാണ് സെക്യൂരിറ്റി നിയമമുള്ളത്. ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ എല്ലാവർക്കും ഇവർക്കുള്ള മുകളിലാണ് നമ്മുടെ സെക്യൂരിറ്റി നിയമമുള്ളത്. സെക്യൂരിറ്റി നിയമം പാസ്സാക്കിയ നിയമം മുദ്രകളിൽ, രേഖകളിൽ, സർട്ടിഫിക്കറ്റിൽ ഈ നിയമത്തിന് മുമ്പിലേ സീൽ വെച്ച് തന്നിട്ടിരിക്കുന്നു. എല്ലാ സെക്യൂരിറ്റിമാർക്കും അടിയന്തര സാഹചര്യം ഉപയോഗിച്ചിരിക്കും. എല്ലാ സെക്യൂരിറ്റിമാർക്കും മുദ്ര സീൽ നിയമം എഴുതപ്പെട്ട സീൽ വെച്ച മുദ്രകളാണ്. ഈ മുദ്രകൾ നമ്മൾ റിപ്പോർട്ടിന് എല്ലാ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റും ഉപയോഗിക്കഴിഞ്ഞാൽ അവർ ഏതൊരു കടലാസിനും ഫോറത്തിൽ അവർ സീൽ വെച്ച് തന്നതാണ്. നമ്മൾ ഈ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ പറ്റും എന്ന് അടിയന്തര സാഹചര്യം ആ വകുപ്പ് നമ്പറിൽ വ്യക്തമാക്കിയിരിക്കുന്നു.